ഫ്ലവർ മേക്കിംഗ് ടിപ്സിൽ സ്പോഞ്ച് കൊണ്ട് സെറ്റ് ചെയ്ത ചെറിയ ഒരു ഫ്ലവറാണിന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ കമ്പി നമ്മളെ സെറ്റ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യുക ആദ്യമായിട്ട്. ഈ സ്പോഞ്ച് ഷീറ്റ് വലിയ പീസാണ്, അതിൽ നിന്ന് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ഒരു പീസാണിത്. ഇതേപോലെ മടക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ചെറിയ ചെറിയ പീസാക്കണം. മടക്കി മടക്കി കട്ട് ചെയ്യുക. ഇതേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ ഒരു പീസ് എടുത്തു. ഈ പീസ് ഇവിടെ നിന്ന് മടക്കി ഇങ്ങനെ മടക്കി, അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കി, എന്നിട്ട് ഇത് നല്ലതായിട്ട് അങ്ങ് പിരിച്ചെടുത്തു. ഈ സ്പോഞ്ച് ഷീറ്റ് ഏത് കളറിലുള്ളത് വേണേലും നമുക്ക് എടുക്കാം. ഇതേപോലെ പിരിച്ചെടുത്തിട്ട് ഈ ഒരെൻ്റെ ഇപ്പുറത്ത് കൊണ്ട് വെക്കുമ്പോഴത്തേക്കിന് ഇത് ഒരു നല്ലൊരു ഷേപ്പിൽ കിട്ടും. ഇതുണ്ടോ? എന്നിട്ട് ഇത് കമ്പിയും കൊണ്ട് കെട്ടുക. ഈ രണ്ടറ്റം തമ്മിൽ കെട്ടിയിടുക. ഇതേപോലെ എല്ലാം കുറേ ഏറെ നമ്മളങ്ങ് സെറ്റ് ചെയ്തെടുക്കുക. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇങ്ങനെ മടക്കി ഈ എൻഡ് മടക്കി നടുവേ മടക്കി അതിനുശേഷം ചെറുതായിട്ട് ഒന്ന് പിരിക്കുക. എന്നിട്ട് വളഞ്ഞു വരുന്നുണ്ടോ? നല്ലതായിട്ട് അത് വളഞ്ഞു വരും. നല്ലൊരു ഷേപ്പിൽ ഇത് വളഞ്ഞു വരും. എന്നിട്ട് ഇത് ഈ കമ്പിയും കൊണ്ട് കെട്ടുക. പെട്ടെന്ന് നമുക്ക് ഇത്രയും ഒത്തിരി സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒത്തിരി ചെയ്താലേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ. പീസും ഗ്രീൻ ടേപ്പ് കൊണ്ട് ചുറ്റുക. ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തതാണ്. ഇതെന്നിട്ടൊരു കമ്പിയലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു 3-4 എണ്ണം വെച്ച് വലിപ്പം നമ്മൾ നോക്കണ്ട. പല ഡയറക്ഷനിലേക്കും നമ്മളിത് എടുക്കുന്നുണ്ട്. അത് കാരണം ഒരേ വലിപ്പത്തിൽ തന്നെ വേണ്ട. എന്നിട്ട് ഗ്രീൻ ടേപ്പ് ചുറ്റുക. ഇതേപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഓരോ ഡയറക്ഷനിലേക്ക് ഇത് തിരിച്ചാൽ മതി. അതിനുശേഷം ഇത് നമ്മൾ സെറ്റ് ചെയ്യുക. പല വലിപ്പത്തിൽ സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് നല്ല ഡയറക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിക്കുക. കാണാൻ ഭംഗിയുള്ള പോലെ. ഇന്നത്തെ എൻ്റെ ഈ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.